കേവലം എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല. മറിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിത്. ഇന്ന് വിന്നേഴ്സ് വേൾഡിലൂടെ നമ്മൾ പഠിക്കുകയാണ് ഓരോ ദിവസവും. പഠിക്കാൻ കിട്ടുന്ന ഇത്തരം അവസരങ്ങളെ ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിൽ ലഭിക്കുന്നത് ഏറ്റവും സന്തോഷിക്കാൻ തീർച്ചയായിട്ടും വിന്നേഴ്സ് വേൾഡിലെ ഇത്തരത്തിലുള്ള സെഷനിലൂടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും കഴിയും. ഹൈറിച്ച് എന്ന ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഓരോരുത്തർക്കും ഇന്ന് ബിസിനസ്സിലൂടെ ജോലി ചെയ്യുക അല്ലെങ്കിൽ ജോലി എന്നത് ഒരു സ്വപ്നമാക്കി മാറ്റിയവർക്ക് കേവലം ബിസിനസ് പഠിക്കുക എന്നതിനപ്പുറം നമ്മുടെ വ്യക്തിത്വം വികസിപ്പിക്കുവാനും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ഇത്തരത്തിലുള്ള മനോഹരമായ സെഷനുകൾ നമ്മൾ ആസ്വദിക്കുന്നത്. ഞാനും ഇത് നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സെഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് കേൾക്കാനുള്ള ആ ഒരു ടോപ്പിക്ക് വളരെ എക്സൈറ്റഡ് ആണ് ഞാനും. കാരണം നമ്മുടെ ജീവിതത്തില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ബേസ് ചെയ്തുള്ള കുറെ ടോപ്പിക്കുകൾ ഈ ഫേസ് 2 ഭാഗത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്? നമ്മുടെ ഇന്നത്തെ ഫ്ലയർ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഈ ഫ്ലയർ ഇഷ്ടമായവർക്കും ഇതിലെന്താണ് എന്നറിയാൻ ആഗ്രഹിച്ചവരുമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ കടന്നു വന്നിരിക്കുന്നത്. പലപ്പോഴും ബിസിനസിന്റെ ഫ്ലയറുകൾ കണ്ടിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടതാണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത്. ശരിയല്ലേ? ഇന്നത്തെ ഈ പ്രോഗ്രാമിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ ഹൈറിച്ച് എന്ന് പറയുന്ന ബിസിനസിനെ കുറിച്ചല്ല നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ ഇന്ന് പറയുന്ന ടോപ്പിക്കിലെ ഓരോ കാര്യങ്ങളും ഹൈറിച്ചുമായിട്ട് നേരിട്ടോ അല്ലാതെയോ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഈ ടോപ്പിക്കിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെങ്ങനെയാണ് ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഒരുപക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രോഗ്രാമുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് നമ്മൾ ഇന്നാൾ കേട്ടു. ഫിനാൻഷ്യൽ കോൺഫിഡൻസിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചാണ് കേൾക്കുന്നത്. അല്ലെ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൗ ടു ഹാൻഡിൽ അവർ ഇൻകം ഇൻ എ പ്രോപ്പർ വേ. അതായത് നമ്മളിലേക്ക് കടന്നു വരുന്ന പണത്തെ അല്ലെങ്കിൽ ഇൻകം എന്നത് എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അതങ്ങനെ പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് കഴിഞ്ഞ വർഷം 2022 നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ഭാഗ്യക്കുറി 25 കോടിയായിട്ട് ഉയർത്തി. അല്ലെങ്കിൽ ആദ്യത്തെ ടിക്കറ്റാണ് 25 കോടി. ഇത് ഒരു ഭാഗ്യശാലിക്ക് നറുക്കെടുത്ത് കിട്ടി. അദ്ദേഹത്തിന്റെ സാധാരണ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് വന്നിരിക്കുന്ന ഈ സമ്പത്തിനെ എന്ത് ചെയ്യണം എന്നറിയാതെ കുടുങ്ങി നിൽക്കുകയാണ്. ഈ ടെൻഷനിൽ നിൽക്കുമ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു. എടാ, വെറുതെ കിട്ടിയ കാശല്ലേ, ഞങ്ങൾക്ക് കൂടി താ. ലോക്കറിൽ ഇരിക്കുന്നേ ഉള്ളൂ ഈ ലോട്ടറി ടിക്കറ്റ്. അപ്പോഴേക്കും ആളുകൾ ഇടിച്ചു കയറി തുടങ്ങി. അതെ, ഒരർത്ഥത്തിൽ ഭാഗ്യശാലി എന്ന നിർഭാഗ്യശാലിയാണത്. കാരണം തന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ സമ്പത്തിനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പണ്ടാരമുടങ്ങി നിൽക്കുമ്പോൾ ചുറ്റിനുമുള്ള ആളുകൾ തന്റെ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കഴിയാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പല TV ചാനലുകൾക്കും ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയ ഒരു ടോപ്പിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടതുമാണ്. നമ്മളിലേക്ക് കൈവന്ന് ചേരുന്ന പെട്ടെന്നുള്ള സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാനായിട്ട് സർക്കാർ തന്നെ അതിനൊരു ക്രമീകരണം കൊണ്ടുവന്നു. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഓരോ വ്യക്തികളും, വലിയ സമ്മാനം അടിക്കുന്ന ഓരോ വ്യക്തികളും ഈ കോഴ്സ് നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഏത് മേഖലയിലേക്കാണോ ഈ പണം ഉപയോഗിക്കേണ്ടത് എന്നത് പഠിപ്പിക്കാൻ ഒരു സിസ്റ്റം കൊണ്ടുവന്നു.
എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം ഈ ലോട്ടറി മേഖലയിൽ കൊണ്ടുവന്നത്? ഹൈറിച്ചിനകത്ത് ലോട്ടറി കച്ചവടം ഞാൻ നടത്തുകയല്ല കേട്ടോ. പക്ഷെ അതിൽ നിന്ന് പഠിക്കാൻ നമുക്കൊരു പാഠമുണ്ട്. കൃത്യമായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു തലമുറ ഇന്ന് ലോട്ടറി എടുക്കാനായിട്ട് മാറ്റിവെക്കുന്ന ജീവിതം സാധാരണക്കാരാണ്. സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് പണം കൈകാര്യം ചെയ്യേണ്ടത് അറിവില്ല. കാരണം അവര് നിത്യജീവിതത്തില് അവർക്ക് ഓരോ ദിവസത്തെ വരുമാനത്തിൽ ചുരുങ്ങി ജീവിക്കുന്നവരാണ്. അതിലൊരു പങ്ക് മാറ്റിവെച്ചിട്ടാണ് അവർ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. അതിന്റെ ലോജിക്ക് പിന്നെ പറയാം. എന്താണെങ്കിലും അങ്ങനെ കിട്ടുന്ന ആ ലോട്ടറി ടിക്കറ്റിൽ നിന്നും അവർ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ഈ വലിയ വരുമാനം എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിനായി അവരെ ഒരു പ്രത്യേക ട്രെയിനിങ്ങിലൂടെ അവരെ ഒരുക്കുന്നു. ഇനി അവർക്ക് ചിന്തിക്കാം. എന്താണ് ആ ട്രെയിനിങ്? സംശയിക്കേണ്ട. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ടോപ്പിക്ക് തന്നെയാണത്. അതിനെ മറ്റു പല പേരുകളിൽ വിളിക്കുന്നു. ബികോം, എംകോം അല്ലെങ്കിൽ എംബിഎ സ്റ്റുഡൻസുകൾ ഈ വിഷയത്തെ മറ്റു വിഷയത്തിലൂടെ അല്ലെങ്കിൽ മറ്റു വാക്കുകളിലൂടെ ഈ ഒരു ടോപ്പിക് പഠിക്കുന്നു. കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതാണ്. ഈ കൂട്ടത്തിൽ ഇന്ന് എത്ര പേര് ബികോം, എംകോം അല്ലെങ്കിൽ എംബിഎ കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ കഴിഞ്ഞു വന്നിരിക്കുന്ന ആളുകൾ ഈ മീറ്റിംഗിലുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് നന്നായി റിലേറ്റ് ആവും. പക്ഷെ അതൊന്നും അറിയാത്ത വീട്ടമ്മമാരും അല്ലാത്തവരും ഈ മീറ്റിംഗിലുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടുന്ന ഒരു ട്രെയിനിങ് സെഷനെ എംബിഎയോ അല്ലെങ്കിൽ ബികോമോ എംകോമോ ഒക്കെ പഠിച്ചാൽ കിട്ടാമായിരുന്ന ഒരു ബിസിനസ് സ്റ്റഡി ആയിട്ട് ഇതിനെ കാണാം. ഇനിയുള്ള ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോളം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടാണ്. കാരണം നമ്മളിലേക്ക് വന്നു ചേരുവാൻ ഒരു വലിയ സോഴ്സിംഗ് ആയിട്ട് ഇന്ന് ഹൈറിച്ച് മാറിയിരിക്കുന്നു. ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന എല്ലാവരും തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കും. ഈ മീറ്റിംഗിലൂടെ കേൾക്കുന്നതും ഹൈറിച്ചിലൂടെ വരുന്ന ഈ പൈസയെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ്. സജി മാഡം ആദ്യം പറയുന്നത് നിങ്ങൾ കേട്ടു അല്ലെ? മുമ്പെങ്ങുമില്ലാത്ത വിധത്തില് ഹൈറിച്ചിൽ നമുക്ക് കട നിൽക്കുന്ന ഓരോരുത്തർക്കും ധാരാളം സമ്പത്ത് നേടിയെടുക്കുവാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പണം കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് ഹൈറിഷ്യൻസ് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കില് ആദ്യം പറയാനുള്ളത് ഒരു ഫോർമുലയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ പറയുന്ന ഒരു ഫോർമുല ഇൻകം മൈനസ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു സേവിങ്സ്. ഓക്കെ, ഇൻകം മൈനസ് എക്സ്പെൻസ്, അതായത് നമ്മളുടെ വരുമാനത്തിൽ നിന്നും ചെലവ് കുറയ്ക്കുകയാണെങ്കിൽ കിട്ടുന്നതാണ് സേവിങ്സ്. ഇത് ശരിയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സ് ഉപയോഗിക്കാം. ഇൻകം മൈനസ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു സേവിങ്സ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിങ്ങളുടെ ചെലവ് കിഴിച്ചതിന് ശേഷം മാറ്റിവെക്കുന്ന തുകയാണ് നിങ്ങളുടെ സേവിങ്സ് എന്ന് പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണത്. യെസ്, എല്ലാവരും നോ ആണ് അയക്കുന്നത്. അതാണ് യെസ്. പല ആളുകളും ഇപ്പൊ ഈ മീറ്റിംഗിൽ ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്ന കമന്റ്സ്, താങ്ക് യു സാർ, താങ്ക് യു ഓൾ. നമ്മളുടെ നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിന്റെ ചെലവ് കിഴിച്ചതിന് ശേഷമുള്ള പൈസ നമ്മൾ സേവിങ്സ് ആയിട്ട് മാറ്റിവെക്കുന്നു. ശരിയാ, ചിലർ ഫുള്ള് ചെലവാക്കുന്നു. ഇത് തെറ്റാണെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കിട്ടിയ വരുമാനത്തിൽ ചെലവ് കിഴിച്ചതിന് ശേഷം മാത്രമാണോ നമ്മുടെ സേവിങ്സ് മാറ്റിവെക്കേണ്ടത്? അല്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ചെയ്യുന്നതോ? നമുക്ക് കിട്ടുന്ന പൈസയില് ചെലവാക്കേണ്ടത് മുഴുവൻ ചെലവാക്കിയതിനു ശേഷമാണ് സേവിങ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ബിസിനസ്സിലുള്ള ഈ ഫോർമുല ഇങ്ങനെയാണ്: ഇൻകം മൈനസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസ്. കറക്റ്റ് സാർ? ഇല്ല സാർ? ഓക്കെ, കറക്റ്റ് ആണ്. ഇൻകം മൈനസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസ്. നമ്മളുടെ വരുമാനത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട നമ്മുടെ നിക്ഷേപം എന്താണോ അത് മാറ്റിവെച്ചതിന് ശേഷം വരുന്ന ബാക്കിയുള്ള തുകയായിരിക്കണം നമ്മുടെ ചെലവെന്ന് പറയുന്നത്.
പിടികിട്ടിയോ? ഈ ഫോർമുല നമ്മൾ മനസ്സിൽ പിടിക്കുക. ഇൻകം മൈനസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസ്. കാരണം നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ പണത്തെ നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ആദ്യം വേണ്ടത് ഈ പണം നമ്മളുടെ സേവിങ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് എക്സ്പെൻസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അപ്പോഴേ എക്സ്പെൻസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. അതിന്റെ കാരണം നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഈ പണത്തിനെ ചെലവാക്കേണ്ടതിനായിട്ട് നമ്മൾ ആദ്യം തയ്യാറായാൽ പിന്നെ മിച്ചം വെക്കാനൊന്നും ഉണ്ടാവില്ല. ക്ലിയർ ആയോ? നേരത്തെയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ 1000 രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ 1000 രൂപ പോയ വഴി അറിയില്ല. ബുദ്ധിയുള്ള അപ്പന്മാരെന്ത് ചെയ്യും ആ സമയത്ത്? ഭാര്യയോട് പറയും, "നീ ഒരു ലിസ്റ്റ് എഴുതിക്കോ. ആ ലിസ്റ്റിലുള്ളത് മാത്രമേ മേടിക്കുള്ളൂ" എന്ന് കട്ടായം കെട്ടിയിട്ടായിരിക്കും കാറിൽ നിന്ന് ഇറങ്ങുന്നത്. ഇല്ലെങ്കിലൊന്നും മിച്ചം കിട്ടില്ലേ? ഇവിടെ കൃത്യമായ ഈ ഫോർമുല നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. ഇന്ന് ഹൈറിച്ചിൽ ബിസിനസ് ചെയ്യുന്ന ഓരോ ടീം അപ്ലൈൻ ആയിരിക്കുന്ന വ്യക്തികൾ, ഐ റിപ്പീറ്റ്, ടീം അപ്ലൈൻ ആയിരിക്കുന്ന വ്യക്തികൾ അച്ചീവ്മെന്റ്സിലേക്ക് വരുംതോറും കമ്പനി അവർക്ക് കൃത്യമായ ചില കൺസിഡറേഷൻസ് കൊടുക്കുന്നു. ബില്യണേഴ്സ് ആയിക്കോട്ടെ, മില്യണേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റാങ്ക് അച്ചീവേഴ്സ് ആയിക്കോട്ടെ, ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേകം കെയറിംഗ് കൊടുക്കുന്നു. കാരണം എന്താണ്? അവർക്ക് വളരെ വലിയൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കമ്പനിക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരെ ഒരു പണം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരു വസ്തു കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരത് വാങ്ങാൻ നിർബന്ധിതരാകുന്നു. ഇതിനുള്ള പണം എവിടുന്ന് കിട്ടും? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ വന്നിരുന്നു അല്ലേ? പ്രീമിയം കാറില് ഈ പറയുന്ന മില്യണേഴ്സ് അല്ലെങ്കിൽ ബില്യണേഴ്സ് ആയിരിക്കുന്നവര് യാത്ര ചെയ്യണമെന്നത് കമ്പനിയുടെയും കൂടി ഒരു പോളിസിയാണ്. എവിടുന്ന് പണം വരും? നമുക്ക് ചെന്നിട്ട് ഇതിനു വേണ്ടി വേറെ ലോൺ എടുക്കണം. ആണോ? കമ്പനി നമ്മളെ കൃത്യമായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പണം നമ്മൾ മാറ്റിവെച്ചോ? ഇന്ന് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ടീമിന്റെ ഓരോ റാങ്ക് അച്ചീവേഴ്സിനും അവരുടെ ഡൗൺലൈനിനെ കൈകാര്യം ചെയ്യാനായിട്ട് 1 രൂപയെങ്കിലും മാറ്റി വെക്കുന്നുണ്ടോ? പോട്ടെ, നിങ്ങളൊരു മീറ്റിംഗ് കൂടുന്നു. ഒരു കോർ ടീം മീറ്റിംഗ് കൂടുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ബിസിനസ് ടീം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ടീമിനെ മാസത്തിലൊരിക്കൽ വിളിച്ചു കൂട്ടി അവർക്ക് ഒരു നേരം ഒരു കോഫിയും ഒരു ബിസ്ക്കറ്റും കൊടുക്കാൻ നിങ്ങൾ പണം മാറ്റിവെക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന് നമ്മൾ മാറ്റിവെക്കും. ഹൈറിച്ച് എന്ന് പറയുന്ന വലിയ കുടുംബമാണ് നമ്മുടെ. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ട് വന്നിരിക്കുന്ന ധാരാളം പേര് നമ്മളുടെ ടീമുകളായി മാറിയിട്ടുണ്ട്. ഇവരെ നമ്മൾ കെയർ ചെയ്യണമെങ്കിൽ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനും അവിടെ റോൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന വരുമാനത്തിന്റെ ആദ്യം സേവിങ്സിലുള്ള പൈസ മാറ്റിവെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ചെലവാക്കുക. ഇനി ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട്. ഇന്ന് ലോകം മുഴുവനും ഈ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളും ഈ റൂള് ഫോളോ ചെയ്യുക. ആ റൂളിന്റെ പേര് 50-40-10 റൂൾ എന്നാണ്. 50-40-10, 50-40-10 റൂൾ. ഇതെന്താണെന്നുള്ളത് നമുക്ക് ഇനിയുള്ള സെഷന്റെ ഭാഗമായിട്ട് വിശദീകരിക്കാം. 50%, 40%, 10% ഇതാണ്. ഒരുപക്ഷെ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുള്ളവർക്ക് ഇതൊരു ആവർത്തന വിരസതയാണെങ്കിൽ ദയവായി ക്ഷമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ആശയങ്ങൾ മാത്രം ഇതിൽ നിന്നും കളക്ട് ചെയ്യുക, നോട്ട് ചെയ്യുക. കാരണം നമുക്കെല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരേപോലെ അറിവ് ലഭിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഇതുപോലുള്ള സെഷൻ ട്രെയിനിങ്. ഓക്കെ, 50-40-10-നകത്ത് 50% എന്താണ്? 50% നമ്മളുടെ പേഴ്സണൽ നീഡ്സ് തന്നെയാണ്. അതായത് നമ്മളുടെ ആവശ്യങ്ങൾ, ഒരു മാസത്തില് നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് കിട്ടുന്ന ആകെ തുകയുടെ 50% നമ്മൾ മാറ്റിവെക്കണം. ചിലര് പറയും അല്ലേ, "എന്റെ സാറേ 50 ഒന്നുമില്ല, 100% കൊടുത്തിട്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല" എന്ന് പറയും. എന്നിട്ടാണല്ലോ നമ്മൾ കടം മേടിക്കാൻ പോകുന്നത്. പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മള് മറ്റുള്ളവരിൽ നിന്നും പണം കടം മേടിക്കുകയോ പലിശക്കെടുക്കുകയോ ചെയ്യേണ്ടി വരുന്നത്. ആം ഐ റൈറ്റ്? ഈ കൃത്യമായ മാനേജ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ റൂള് നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായും അതിന്റെ റിസൾട്ട് 2024 ജനുവരിയിലേക്ക് പ്രവേശിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. കാരണം ഇനിയുള്ളത് ഒരു 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 ക്വാർട്ടർ ബാക്കിയുണ്ട്. ഈ വർഷത്തെ 3rd ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഒക്ടോബർ മുതൽ നിങ്ങൾക്ക് ഡിസംബർ വരെ നിങ്ങൾക്കൊരു ലക്ഷ്യം വെക്കാം. ഈ 50-40-10 റൂൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ പണം നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ. നമുക്ക് കാര്യം പറയാം. 50% നമ്മുടെ നീഡ്സ് ആണെന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ പേഴ്സണൽ നീഡ്സ്? ഇതിനെ ഞാൻ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. ഓക്കെ. ഇൻസ്റ്റന്റ് നീഡ്സും ഗ്രാജുവൽ നീഡ്സും. ഇൻസ്റ്റന്റ് നീഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു മാസം ഒട്ടും ഒഴിവാക്കാതെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ആവശ്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വീടിനോട് ബന്ധപ്പെട്ട് ലോണോ അല്ലെങ്കിൽ മറ്റു ചില പണമിടപാടുകളൊക്കെ കൃത്യം ഡേറ്റിൽ തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. EMI പോലുള്ള കാര്യങ്ങൾ. ഇതൊരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അത് നിർബന്ധമായിട്ടും നമ്മളത് കൈകാര്യം ചെയ്യണം. രണ്ടാമത് ഫാമിലി എക്സ്പെൻഡിച്ചർ ആണ്. ഇതും നമ്മൾ കൃത്യമായിട്ട് ആ മാസം കൈകാര്യം ചെയ്തേ പറ്റൂ. ഇല്ലേ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഏറ്റവും ഒടുവിലുള്ളത് കിഡ്സ് നീഡ്സ് ആണ്. നമ്മുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ. ഇത് 3ഉം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാന സംഗതികളാണ്. ഇത് 3ഉം മാത്രമല്ല ഉള്ളത് കേട്ടോ. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അല്ലയോ എന്നുള്ളത്. ഇതിനെ നമ്മൾ ആകെ മാറ്റി വെക്കുന്നത് 50% ആണെന്ന് നിങ്ങൾ ഓർക്കുക. ഞാൻ പറഞ്ഞു 50%ന് 2 ഭാഗമുണ്ട്. ഒന്ന് ഇൻസ്റ്റന്റ് നീഡ്സ് ആണ്. 2 ഗ്രാജുവൽ നീഡ്സ്. ഇൻസ്റ്റന്റ് നീഡ്സിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഗ്രാജുവൽ നീഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പതിയെ നമ്മളുടെ ആവശ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ടാവും. ഓരോ മാസവും നമുക്ക് അല്ലേ ഓരോരോ ആവശ്യങ്ങളുണ്ടാവും. ഇതിൽ തന്നെ പതിയെ സ്വന്തമാക്കിയാൽ മതി എന്നുള്ള ചില കാര്യങ്ങൾ. അതായത് ചില ലോങ് ടൈം പ്ലാനുകളുണ്ടാവും. കുറെ നാളുകൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒരു കാര്യം. അതിനുവേണ്ടി പെട്ടെന്ന് തുക ചിലവാക്കാനില്ല. ഒരുപക്ഷെ ആനുവലി ചില യാത്രകളൊക്കെ ചിലർ പ്ലാൻ ചെയ്യും. ടൂർ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ കുടുംബം ഒരുമിച്ചുള്ള ചില യാത്രകൾ പ്ലാൻ ചെയ്യും. ഈ യാത്രയ്ക്ക് നല്ല എമൗണ്ട് ചിലവാകും. നമ്മളപ്പോ എന്ത് ചെയ്യും? അതിൽ നിന്നും കുറച്ച് പൈസ മാറ്റി വെക്കും. അല്ലേ? എന്നിട്ടായിരിക്കും ആ ഒരു കാര്യം നേടിയെടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില പ്ലാനുകളുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഉള്ള വണ്ടി മാറ്റി പുതിയൊരു വണ്ടി എടുക്കണം. അല്ലെങ്കിൽ മോൻ അല്ലെങ്കിൽ മോള് പഠിച്ചു. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് പഠിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അവള് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് അവൾക്ക് നല്ല മാർക്ക് മേടിച്ചാൽ കൊടുക്കാൻ ഒരു അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ നല്ല വില കൂടിയ ഒരു മൊബൈൽ ഫോൺ ആകാം, അല്ലെങ്കിൽ ഒരു 2 വീലർ ആകാം, വാട്ടെവർ ഇറ്റ് ഈസ്. ഇത് ഒരു എക്സ്പെൻസീവ് പ്ലാൻ ആണ്. പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു ലോങ് ടേമിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. ഇനി മറ്റൊന്ന് ബൾക്ക് പർച്ചേസ് ആണ്. ഓക്കെ. ബൾക്ക് പർച്ചേസ്. ഇതും നമുക്ക് ഒരുമിച്ചുള്ളതല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ കിച്ചൺ യൂട്ടിലിറ്റീസ് ആണെന്ന് ചിന്തിക്കുക. അതായത് ഇപ്പൊ ഒരു ഫ്രിഡ്ജ് മാറിയെടുക്കണം, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ മാറിയെടുക്കണം, അല്ലെങ്കിൽ ഒരു ടിവി മാറിയെടുക്കണം. ഇതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ബൾക്ക് പർച്ചേസ് ആണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ മുന്നമേ തന്നെ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനുവേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ഇന്ന മാസം മേടിക്കാം എന്ന് ചിന്തിക്കണം. ഇങ്ങനെയുള്ള മേടിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ കിട്ടുന്ന ഒരു അവസരമുണ്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ. ഒരുപക്ഷെ നിങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം ഈ വരുന്ന സെപ്റ്റംബർ 29, 30, 1, 2 തീയതികളിലൊക്കെ ഒരു വർഷത്തിലെ ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. ഫ്ലിപ്കാർട്ടിന്റെ, ആമസോണിന്റെ പരസ്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ചില വസ്തുക്കൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സമയമാണിത്. ഇങ്ങനെയുള്ള സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷവും ഞാനൊക്കെ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വർഷം വരെ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം വിലയിൽ വ്യത്യാസം വരും. ഒന്ന്. രണ്ടാമത് നമ്മൾ അതൊരു ലോങ് ടേം പ്ലാനിലേക്ക് അങ്ങ് മാറ്റി വെക്കണം. മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും ഇവിടെ പറ്റുന്നത് എന്താണെന്നറിയോ? ഈ ഗ്രാജുവൽ നീഡ്സിനെ നമ്മൾ ഇൻസ്റ്റന്റ് നീഡ്സ് ആയിട്ട് കാണും. എന്നിട്ട് ചാടിക്കേറി അതിന് പൈസ മുടക്കും. ശരിയല്ലേ? ചില കടകളിലോ ചില വെബ്സൈറ്റുകളിലോ നമ്മൾ കയറുമ്പോൾ നമുക്കിപ്പോ പെട്ടെന്ന് ആവശ്യമുള്ള സാധനമൊന്നുമല്ല. പക്ഷെ കണ്ണിന് കണ്ട ആ മുറയ്ക്ക് പെട്ടെന്ന് നമ്മളത് കയറി ഓർഡർ ചെയ്യും. കുട്ടികളുടെ ഫീസ് കൊടുക്കണം. കഴിഞ്ഞ മാസം വണ്ടിയുടെ EMI അടച്ചിട്ടില്ല. ഇതൊന്നും ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരില്ല. നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്ന് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി. പിറ്റേ മാസമാണ് അയ്യോ എന്റെ പൈസ തികയുന്നില്ല. അതിന് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ കാണുന്ന വസ്തുക്കൾക്കായിട്ട് ഒരു 24 മണിക്കൂർ മാറ്റി വെക്കുക. ഓക്കെ. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നി നിങ്ങളുടെ കണ്ണിന് ഇഷ്ടപ്പെട്ട ആ വസ്തുവിന് വെറും 24 മണിക്കൂറിന്റെ ഒരു ടൈം സ്ലോട്ട് ഒരു എന്താ പറയണ്ടേ ഒരു ഡെസിഷൻ മേക്കിങ്ങിനായിട്ട് മാറ്റി വെക്കുക.
കാരണം ഈ കണ്ട ആ സാധനം പെട്ടെന്ന് വാങ്ങിക്കുന്നതിന് പകരം ഇപ്പൊ ഓൺലൈനിലൊക്കെയാണ് മേടിക്കുന്നതിൽ ആഡ് ടു കാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഇത് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. 24 മണിക്കൂറിന് ശേഷം നിങ്ങൾക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോഴേക്കും തീരുമാനിക്കാം ഇത് വേണ്ടിയതാണോ അല്ലയോ? അപ്പോഴേക്കും നിങ്ങൾക്ക് കാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാം. പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് നമ്മളുടെ പല ഗ്രാജുവൽ നീഡ്സും നമുക്ക് ഇൻസ്റ്റന്റ് നീഡ്സ് ആയിട്ട് മാറുമ്പോഴാണ് ഈ താളം തെറ്റുന്നത്. ഈ 50% റൂള് പോലും ബ്രേക്ക് ആവുന്നത് അവിടെയാണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാന ആവശ്യങ്ങളാണ് ഇൻസ്റ്റന്റ് നീഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഒരിക്കലും നമുക്ക് എന്താ പറയണ്ടേ, അത്യാവശ്യം എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന ഈ വസ്തുക്കൾ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം എന്ന് തോന്നുന്നതിനെ ആവശ്യമായിട്ട് മാറുന്ന സിറ്റുവേഷനാണ് ഗ്രാജുവൽ നീഡ്സ്. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് കാണുന്ന ചില കാര്യങ്ങൾ പോലും നമുക്ക് ഗ്രാജുവലി ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഗ്രാജുവൽ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇൻസ്റ്റന്റ് ആയിട്ട് മാറാതിരിക്കുക. അങ്ങനെ മാറിയാൽ നേരത്തെ പറയുന്ന പോലെ നമ്മുടെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓക്കെ. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ഡെസിഷൻ മേക്കിങ്ങിന് ഒരു 24 മണിക്കൂർ മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും അത് വേണോ വേണ്ടയോ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അതിനുശേഷം ആ ചെലവ് നമുക്ക് ചുരുക്കാനോ അത് അല്ലെങ്കിൽ ഉൾപ്പെടുത്താനോ കഴിയും. ഇത് 50%-നകത്ത് വരുന്നൊരു റൂളാണ്. ഓക്കെ. ഇനി 40%ലേക്ക് നമുക്ക് വരാം. 40 എന്താണ് ഈ 40%? ഈ 40%-ല് വളരെ ഇമ്പോർട്ടന്റ് ആയ 2 കാര്യങ്ങളാണ് ഉൾപ്പെട്ടേക്കുന്നത്. ഇന്ന് പലരും ഫോളോ ചെയ്യാത്ത 2 കാര്യങ്ങൾ. അതിലൊന്ന് ഇൻഷുറൻസ് ആണ്. മറ്റൊന്ന് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഐ റിപ്പീറ്റ് 40%-ൽ വരുന്നത് ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കെയർ അതായത് ആരോഗ്യം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഒരു കുടുംബത്തിന്റെ താളം തെറ്റാൻ ഒരാളുടെ ആരോഗ്യ പ്രശ്നം കാരണമാവുന്നു. ആം ഐ റൈറ്റ്? ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഉപയോഗിക്കാം കേട്ടോ. ഒരു കുടുംബത്തിന്റെ താളം തെറ്റാൻ ഒരു വ്യക്തിക്ക് രോഗം വന്നാൽ മതി. നമ്മളൊക്കെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഒരു വലിയ രോഗത്തെ അതിജീവിച്ചു വന്നവരാണ്. കുടുംബത്തിന്റെ താളം തെറ്റാൻ അത് ധാരാളമായിരുന്നു. പല കമ്പനികളും ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ സമയത്ത് പോലും ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഇൻഷുറൻസ് കമ്പനികൾ വളരുന്നുണ്ടാവും. അവർക്ക് ഒരുപാട് പണവും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പല ചെലവുകളും ആ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയേനെ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിത താളം തെറ്റുന്ന അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന്റെ താളം തെറ്റുന്ന അളവോളം ഇന്ന് ആരോഗ്യ പരിപാലനം മാറിയിട്ടുള്ളതുകൊണ്ട് ഇതിനെ കൃത്യമായി മനസ്സിലാക്കുന്ന കമ്പനികൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള പാക്കേജ് അനുസരിച്ച് ഓരോരുത്തരുടെയും എന്താ പറയണ്ടേ അവരുടെ നീഡ് അനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ധാരാളം ഇൻഷുറൻസ് ക്ലെയിമുകളുണ്ട്. നമ്മൾ ഇതിനായിട്ട് പൈസ മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഓരോ മാസവും മാറ്റി വെക്കേണ്ട എമൗണ്ടിൽ അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ 40%-നെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതായത് കിട്ടുന്ന വരുമാനത്തിന്റെ നേർ പകുതിയിൽ കുറച്ച് മാത്രം കുറവ് മാത്രമുള്ള 40%. ചിന്തിക്കുക. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എടുക്കുക. കാരണം ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നത് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. സെക്കൻഡ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് പലരും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ? പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഹൈ റിസ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തന്നെ വീണ്ടും നിങ്ങൾക്ക് ഹൈ റിസ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ശരിയല്ലേ? കിട്ടുന്നത് മാത്രം വാങ്ങിയിട്ട് പുട്ടടിക്കുന്നതിന് പകരം അതിലൊരു പങ്ക് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമോ? ഉദാഹരണം പറഞ്ഞാൽ വെറും 10,000 രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നത് ചിന്തിക്കുക. ഞാൻ വെറുതെ പറയുകയാണ് കേട്ടോ. 10,000 ഒന്നുമല്ല കിട്ടുന്ന ആരും ഇടില്ലെന്നുള്ളത് എനിക്കറിയാം. 10,000 രൂപ കിട്ടുന്ന ഒരു വ്യക്തി 2,000 രൂപ വെച്ച് മാറ്റിവെച്ചാൽ അടുത്ത 5 മാസം കഴിയുമ്പോൾ അയാൾക്ക് വീണ്ടും ഒരു ഡിജിറ്റൽ ഐഡി അടിക്കാൻ പറ്റും. ആം ഐ റൈറ്റ്? നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിൽ 2,000 രൂപയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ആ 2,000 രൂപ നിങ്ങൾ 5 മാസം മാറ്റിവെച്ചാൽ വീണ്ടും ഹൈ റിസ്കിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും.
നമുക്കറിയാം ലോങ് ടേം പ്ലാനുകൾ നമ്മുടെ കമ്പനികൾ ഇപ്പൊ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 18 ലെവലിൽ ഇൻകം കിട്ടുന്ന പ്ലാനുകൾ, പുതിയ പ്ലാനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുമ്പോൾ, ഇതിലേക്ക് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? റീപർച്ചേസിംഗ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ, നമ്മളിലുള്ള എല്ലാവരും റീപർച്ചേസിംഗ് ചെയ്യാൻ തയ്യാറായാൽ, ഹൈറിഷിൽ നിന്ന് റീപർച്ചേസിംഗിന് തയ്യാറായാൽ, എല്ലാവർക്കും ഇൻകം ജനറേറ്റ് ചെയ്യും. ഈ റീപർച്ചേസിംഗിനുള്ള പണം നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ? ഇപ്പോഴും നിങ്ങൾ കിട്ടുന്ന പണം, അതായത് ഹൈറിഷിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പുറത്ത് കടയിൽ പോയി സാധനം മേടിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഹൈറിഷിന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നില്ല? അങ്ങനെ വാങ്ങിയാൽ, ആ വാങ്ങുന്ന പൈസ നമ്മൾ ഹൈറിഷിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യല്ലേ? ഹൈറിഷിലുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും ആ പൈസയുടെ ബെനിഫിറ്റ് ചെല്ലുന്നില്ലേ? ഇത് നമ്മൾ ചിന്തിക്കണം. കാരണം ഇന്ന് ഹൈറിഷിലേക്ക് വന്നേക്കുന്ന എല്ലാവർക്കും പല തുള്ളി പെരുവെള്ളമാണ്. അവർ കൂട്ടിവെക്കുന്ന സ്വപ്നങ്ങളൊക്കെ സ്വന്തമാക്കണമെങ്കിൽ ഇതുപോലെ ഓരോ വ്യക്തികളും അവരുടെ പ്രോസസ്സിങ്ങിൽ നിന്നും, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്നും ആണ് ഇന്ന് ഹൈറിഷ് ഇന്ന് ഈ 1.5 കോടി ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക് ഇതിൽ വളരെ വലുതാണ്. അവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ. ചിട്ടികളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ട്രേഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷെയറുകളൊക്കെ എടുക്കുന്ന, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഹൈറിഷിന്റെ മക്കളാണ്. ഹൈറിഷിന്റെ ബിസിനസ്സിൽ വളരെ ഗൗരവത്തോടെ ആശയപരമായിട്ടും അല്ലാതെയും മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹൈറിഷിലേക്ക് ചെയ്തുകൂടാ? കിട്ടുന്ന 40% ഒരു മാസത്തെ ടോട്ടൽ വരുമാനത്തിലെ 40% നിങ്ങൾ മാറ്റി വെക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ 40%ൽ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷുറൻസും ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാറ്റഗറി ചെയ്യാം. 20% ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിക്കൊണ്ട് 20% ഇൻഷുറൻസിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ 30% നിങ്ങൾക്ക് ഇൻഷുറൻസിലേക്ക് മാറ്റിക്കൊണ്ട് 10% എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ തിരിച്ചും. എന്താണെങ്കിലും 40% നമ്മുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാകണം. ക്ലിയർ ആയല്ലോ? ഇനി ലാസ്റ്റുള്ള 10% എന്താണ്? ആ 10% ആണ് നിങ്ങളുടെ റിവാർഡ് അഥവാ എന്റർടൈൻമെന്റ്. നിങ്ങൾക്കൊരു മാസം കിട്ടുന്ന പൈസയിൽ നിന്ന് നിങ്ങളൊരു 10%, ഒരു 10% നിങ്ങളുടെ ലൈഫിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണ്ടേ? എന്റെ സാറേ, കിട്ടുന്ന പൈസ മുഴുവൻ എന്റർടൈൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഒന്നും സേവ് ചെയ്യാനില്ല. മൊത്തം എന്റർടൈൻമെന്റ് ആണ്. ചിലരുടെ കേസിൽ അതാണ് സംഭവിക്കുന്നത്. കിട്ടുന്ന പൈസ വരുന്ന വഴിക്ക് തന്നെ ഫുഡ് മേടിക്കുന്നു, ഡ്രസ്സ് എടുക്കുന്നു, കറങ്ങാൻ പോകുന്നു. 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവിടെ വീട്ടില് അടുത്ത ബാഹുബലി സ്റ്റാർട്ട് ആവും. ആ പൈസ എവിടെ? ഈ പൈസ എവിടെ? രണ്ടുപേരും കൂടി ബഹളമാവും. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഒരു മാസത്തെ വരുമാനത്തിലെ 10% നിർബന്ധമായിട്ടും, ഓക്കെ, അതും ചിന്തിക്കുക. നിർബന്ധമായിട്ടും നമ്മൾ മാറ്റി വെക്കണം ഈ 10%. നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനും പ്രതിസന്ധികൾ പരിഹരിക്കാനും മാത്രമല്ല. നമ്മളിത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? നമ്മുടെ അക്കൗണ്ടില് വിത്ഡ്രോവൽ വാലറ്റ് ഓപ്പൺ ആക്കുമ്പോൾ അവിടെ എമൗണ്ട് ജനറേറ്റ് ചെയ്തേക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ? ഈ സന്തോഷം നമ്മുടെ കുടുംബത്തിനോടും കൂടി പകരണ്ടേ? നമ്മുടെ ചില ഇഷ്ടങ്ങളില്ലേ? ചില നല്ല ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒന്നിച്ചു പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുക, ഒരു സിനിമയ്ക്ക് പോവുക. ഇതൊക്കെ വേണം. പക്ഷേ ഇത് നമ്മുടെ ടോട്ടൽ എമൗണ്ടിനെ ബാധിക്കരുത്. മീൻസ് ആ 90%നെ ബാധിക്കാതെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. പക്ഷേ കൈകാര്യം ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും കയ്യിന്ന് പോകും. 10 എന്നുള്ളത് 15, 20% മാറും. 20, 30 ആകുമ്പോഴത്തേക്കും ചില ആഗ്രഹങ്ങൾ പിന്നെയും കേറി വരും. 30 ആയെങ്കിൽ എന്താ, 40 കൂടി മുടക്കാം. അവസാനം നേരത്തെ പറഞ്ഞ ഇൻഷുറൻസിനും ഇൻവെസ്റ്റ്മെന്റിനും വെച്ച പൈസ എല്ലാം എടുത്ത് ഇതിനകത്തേക്ക് ചിലവാക്കും. അപ്പൊ അതുകൊണ്ട് ഈ 10%ൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ എന്റർടൈൻമെന്റ് നീഡുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുട്ടികളും കുടുംബവും ഒക്കെ തിരിച്ചറിയണം അല്ലേ? ഇന്ന് നമ്മുടെ പല ലീഡേഴ്സിന്റെയും കൂടെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചു കുട്ടികളായിരിക്കും. 5 വയസ്സ്, 6 വയസ്സേ ഉള്ളൂ. അവരും പറയുന്നത് ഹൈറിച്ചിനെ കുറിച്ചാണ്. ഓക്കെ. 6, 7 വയസ്സുള്ള കുട്ടികളുടെ അടുത്ത് ചെന്നപ്പോ അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അടുത്ത് ചെന്ന് പറയും, "എന്റെ ഡാഡിയെ ഫോൺ വിളിച്ചാല് കാറ് പകുതി വിലയ്ക്ക് കിട്ടും. അല്ലെങ്കിൽ ബൈക്ക് നിങ്ങക്ക് മേടിക്കാം. അല്ലെങ്കിൽ സിനിമ കാണാനുള്ള ടിക്കറ്റ് കിട്ടും. പക്ഷെ സിനിമയ്ക്കുള്ള കാശ് കമ്പനി ഇങ്ങോട്ട് തരും." ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കുട്ടികൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ഹൈറിച്ചിന്റെ വാല്യൂ. എന്താണ് കാര്യം? എന്റെ ഡാഡി അല്ലെങ്കിൽ എന്റെ മമ്മി ഹൈറിച്ചിൽ ജോലിക്ക് കയറിയതിന് ശേഷം
ഞാൻ ആഗ്രഹിച്ച ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇപ്പൊ പിള്ളേർക്ക് KFC ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാസത്തിലൊരിക്കൽ അവരെ അവിടെ കൊണ്ട് കറങ്ങുമ്പോ അവർക്ക് മനസ്സിലായി എന്റെ അപ്പന്റെയും അമ്മയുടെയും ഗുട്ടൻസ് എന്താണ്. കണ്ടോ? കുട്ടികൾ നമ്മളെ തിരിച്ചറിയുകയാണ്. അവർക്ക് ഹൈറിച്ചിന്റെ വാല്യൂ തിരിച്ചറിയാൻ പറ്റുന്നു. അവര് നമ്മൾ പോലും അറിയാതെ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഇല്ലേ? ഇല്ലെങ്കിൽ ചെന്ന് കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കണം. ഇതുവരെ മേടിച്ചു തരാത്ത പല മിഠായികളും അവർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പൊങ്ങച്ചം പറയാൻ സ്കൂളിൽ ചെന്നിട്ട് അവരുടെ കൂട്ടുകാരോട് പറയും. എന്റെ പപ്പ ഇപ്പൊ ഹൈറിച്ചിലാ വർക്ക് ചെയ്യുന്നത്. എന്താ കാര്യം? സിമ്പിൾ. അപ്പം നമ്മളുടെ വീട്ടിൽ നടക്കുന്ന ഈ ഒരു എന്റർടൈൻമെന്റ് കുട്ടികൾക്കും വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ ഫാമിലി ഹാപ്പിയാവും. അല്ലേ? നിങ്ങളുടെയൊക്കെ ഭാര്യമാർക്ക് മാസത്തിലൊരു സാരി വെച്ചെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അവർക്ക് പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ചും. ഭാര്യമാരും ഹാപ്പിയാവും. എന്റെ ഭർത്താവിന് ഇന്ന് നല്ലൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. എനിക്കിന്നൊരു അച്ചീവ്മെന്റ് കിട്ടി. ഒന്നും മിണ്ടാതെ സർപ്രൈസ് ആയിട്ട് വെളിയിൽ വിളിച്ചോണ്ട് പോകുന്നു. അല്ലേ? ഇതൊക്കെ സംഭവിക്കാനും കൂടിയാണ് ഹൈറിച്ചിൽ ജോലി ചെയ്യുന്നത്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഇന്ന് താഴെ എത്ര പേര് ചേരും എന്നുള്ളത് നോക്കിയിരിക്കാനല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്റർടൈൻ ചെയ്യാനുള്ള അവസരം കൂടി ഹൈറിച്ച് തന്നിരിക്കുക. എന്തിനാണ് ഹൈറിച്ച് OTT പ്ലാൻ എടുത്തത്? കമ്പനിക്ക് വിജയിക്കാൻ മാത്രമാ? നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയേക്കുന്ന ഒരു അവസരം തിയേറ്ററിൽ പോയി കണ്ട ആ സിനിമ ഇന്ന് ഹൈറിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുന്നു. സിനിമ കാണുന്ന ഓരോരുത്തരുടെയും വീട്ടിലേക്ക് സിനിമയോടൊപ്പം അതിന്റെ വരുമാനവും കൂടി തരുന്നു. വേറെ ഏത് തിയേറ്ററിൽ നിന്ന് കിട്ടും അങ്ങനെ? ഇനി തിയേറ്റർ പോട്ടെ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോം ഇങ്ങോട്ട് കാശ് തരുന്നുണ്ടോ സിനിമ കാണുന്നതിന്? കണ്ടോ? നമ്മള് എന്റർടൈൻ ചെയ്തും ലൈഫിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലെ സന്തോഷവും ഫാമിലിയും ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഹൈറിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ റൂളുകൾ നിങ്ങൾ മനസ്സിൽ പിടിക്കുക. 50-40-10 എന്ന് പറയുന്ന റൂള്. ആദ്യം ഞാൻ പറഞ്ഞു 50 എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് നീഡ്സുകൾ. അതിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് പരിഹരിക്കേണ്ടതും അതുപോലെ ഗ്രാജുവൽ ആയിട്ട് പരിഹരിക്കേണ്ടതും. ഇതൊരിക്കലും തിരിഞ്ഞു പോരാതിരിക്കാൻ ശ്രദ്ധിക്കുക. 40% കാര്യം നമ്മൾ എടുത്തു പറഞ്ഞത് അത് മറ്റൊന്നുമല്ല ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു കുടുംബത്തിലെ ഇൻഷുറൻസ് കുടുംബത്തിന്റെ താളം തെറ്റിക്കാതിരിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ എടുത്തു പറഞ്ഞു. ഇനി അതുപോലെ ഇൻവെസ്റ്റ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഹൈറിച്ചിലേക്ക് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇനി വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സജി മാഡം അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് പറഞ്ഞ 10% നിങ്ങളുടെ എന്റർടൈൻമെന്റ് ആണ്. നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ കുടുംബത്തെയും വെളിയിൽ കൊണ്ടുപോയി അവരാഗ്രഹിക്കുന്ന ഒരു നേരത്തെ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട്, അവരില് ഹൈറിച്ച് എന്ന ഒരു അവസരത്തിന്റെ രുചി തിരിച്ചറിയാൻ അവരെ ഇടയാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ രീതികൾ മാറും. ഇതൊക്കെ പഠിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരവും എത്ര വലുതാണ് അല്ലേ? പ്രൊഫഷണൽ ഹൈറിച്ചിന്റെ ഈ വരുന്ന കാലിക്കറ്റിൽ നടക്കുന്ന പ്രോഗ്രാമിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ, വലിയ സ്ട്രാറ്റജീസുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ ആദ്യമേ പറഞ്ഞു രാഷ്ട്രപിതാവ് വെറുതെ പറഞ്ഞതല്ല അത്. എഴുത്തും വായനയ്ക്കും അപ്പുറം നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് നമുക്കില്ലെങ്കിൽ ഈ വലിയ ഓട്ടക്കളത്തിൽ നമ്മൾ ചിലപ്പോൾ തോറ്റുപോകും. അത് വരാതിരിക്കാൻ നമ്മൾ പഠിക്കണം. ഹൈറിച്ചിന്റെ ബിസിനസ് പഠിച്ചു ചെയ്യേണ്ട ബിസിനസ്സാണ്. ഇത് പഠിക്കാനുള്ള അവസരം ഇതുപോലുള്ള സെഷനുകളിലൂടെ കിട്ടുന്നതിനപ്പുറം 2ഉം 3ഉം ദിവസം ഒരുമിച്ചിരുന്ന് ഒരു ട്രെയിനിങ് എന്ന നിലയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, മനോഹരമായ സെഷനിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാക്ടിക്കൽ സെഷനിലൂടെ കടന്നു പോകുമ്പോൾ, ബിസിനസ് എങ്ങനെ പറയാം, ബിസിനസ് എങ്ങനെ ക്ലോസ് ചെയ്യാം, ഏത് വ്യക്തിയോട് ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതിനുള്ള അവസരങ്ങൾക്കായിട്ട് ഓരോ മാസവും കിട്ടുന്ന പണത്തിൽ നിന്നും ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കമ്പനിയോട് ബന്ധപ്പെട്ട് ഇന്ന് വിന്നേഴ്സ് വേൾഡിലൂടെ പ്രൊഫഷണൽ ഹൈറിഷൻ എന്ന പ്രോഗ്രാം ഓരോ മാസവും നടക്കുന്നുണ്ട്. അതിന്റെ വെന്യൂവും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട്. നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഈ പണം മാറ്റിവെച്ചാൽ നാളെ ഈ പണം നിങ്ങൾ പോലും അറിയാതെ അതിന്റെ 10 ഇരട്ടിയായിട്ട് തിരികെ വരും. അപ്പൊ അതുകൊണ്ട് മാറാൻ നിങ്ങൾ തയ്യാറാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഹൈറിച്ചിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം ഓരോ ദിവസവും മനോഹരമായ ഇത്തരത്തിലുള്ള സെഷനിലൂടെ നിങ്ങളെ ഒരുക്കുന്നത് മാറ്റത്തിന്റെ പുതിയ പ്രതീക്ഷകൾ ഹൈറിച്ചിലൂടെ സ്വന്തമാക്കാം എന്ന ഉറപ്പുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർത്തു വെക്കുക 50-40-10 എന്ന റൂള് ഇന്ന് മുതൽ നിങ്ങൾ ഈ അടുത്ത ക്വാർട്ടറിൽ പരീക്ഷിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും 2024 ന്യൂ ഇയർ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് പറയാൻ കഴിയും. അത് ശരിക്കും ഒരു ന്യൂ ഇയർ ആയിരിക്കുന്നു. താങ്ക് യു ഓൾ.